ജയത്തിൻ്റെ ഗീതങ്ങൾ പാടിടുവാൻ കൃപ തന്ന ദൈവത്തിനു സ്തോത്രം. ജയഘോഷം വീണ്ടും ഉയർത്തിടുവാൻ ബലം തന്ന ദൈവത്തിനു സ്തോത്രം. ജയ ജയ വീരനമേശുവിൻ നാമത്തിൽ ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ജയ ജയ വീരനമേശുവിൻ നാമത്തിൽ ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ജയിക്കാനായി നാം രക്ഷിക്കപ്പെട്ടു, പറക്കുവാനായി നാം വിളിക്കപ്പെട്ടു. ജയിക്കും നാം ജീവിതയാത്രയതിൽ, പറക്കും നാം സ്വർഗീയ ദേശമതിൽ. ജയിക്കാനായി നാം രക്ഷിക്കപ്പെട്ടു, പറക്കുവാനായി നാം വിളിക്കപ്പെട്ടു. ജയിക്കുന്ന ജീവിതയാത്രയതിൽ, പറക്കും നാം സ്വർഗീയ ദേശമതിൽ. ജയത്തിൻ്റെ ഗീതങ്ങൾ പാടിടുവാൻ കൃപ തന്ന ദൈവത്തിനു സ്തോത്രം. ജയഗീതം വീണ്ടും ഉയർത്തിടുവാൻ ബലം തന്ന ദൈവത്തിനു സ്തോത്രം. ജയ ജയ വീരനമേശുവിൻ നാമത്തിൽ ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ജയ ജയ വീരനമേശുവിൻ നാമത്തിൽ ജയം തന്ന ദൈവത്തിനു സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാനുണ്ടായ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: കരയേണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ജയത്തിൻ്റെ ജീവിതമാണ്, പരാജയത്തിൻ്റെ ജീവിതമല്ല. പ്രശ്നങ്ങളില്ലെന്നല്ല ക്രിസ്തീയ ജീവിതത്തിൽ, പ്രശ്നങ്ങളുടെ നടുവിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലായിടത്തും എല്ലായ്പ്പോഴും അവർക്ക് യേശു ക്രിസ്തു മുഖാന്തരം ജയം വരും. വിഷയങ്ങൾ വരത്തില്ലെന്നല്ല, നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകത്തില്ലെന്നല്ല, കാറ്റടിക്കത്തില്ലെന്നല്ല. എന്നാൽ ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ അവനെതിരായി അടിക്കുന്ന കാറ്റുകൾ അത് അവനെ ഉയർത്തിക്കൊണ്ടുപോകുന്നതായിരിക്കും, അതവനെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. അതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ്റെ കണ്ണീരൊപ്പാൻ യേശുണ്ട്. യേശു പറയാം, കരയേണ്ട. ദൈവ കുഞ്ഞാടിനെ കുറിച്ചുള്ള ദർശനമാണ് വെളിപ്പാട്, യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ 5-ാമത്തെ അധ്യായമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവ കുഞ്ഞാടിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ഒരു ദർശനം യോഹന്നാൻ കാണുന്നതാണ്. ഇങ്ങനെയാണ്: ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. സ്വർഗത്തിലെ വേറെ പ്രത്യേകത അത്. 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം അത് കണ്ടു. എന്നിട്ട് പറയണം, ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും യോഹന്നാൻ വെളിപ്പാടിൽ കാണുകയാണ്. എന്നിട്ട് പറയാണ്, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. സ്വർഗത്തിലും കഴിഞ്ഞില്ല, ഭൂമിക്കും കഴിഞ്ഞില്ല, ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഇത് അസാധ്യമായ ഒരു വിഷയമാണ്. ഒരിക്കലും ഇത് നടക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയമുണ്ടോ? കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വഴികളെ തുറക്കും, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കും. പുസ്തകം തുറന്നു വായിക്കാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാന്റെ ദർശനത്തിൽ ഈ പുസ്തകം തുറക്കാനോ ജയം പ്രാപിച്ച ഒരാളെയും കണ്ടില്ല. അപ്പോൾ യോഹന്നാൻ അവിടെ നിന്ന് കരഞ്ഞു. അപ്പം അതിനുള്ള മറുപടിയാണ് നമ്മൾ ആദ്യം വായിച്ച 5-ാം വാക്യം. കരയണ്ട. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമുണ്ടോ?
ആർക്കും പരിഹരിക്കാൻ വയ്യാത്തൊരു വിഷയമാണ്, പ്രശ്നമാണ്. ജീസസ് ഈസ് എലൈവ്. ജീസസ് ഈസ് റിയൽ. യേശു ക്രിസ്തു ഇന്നും ജീവനോടെ ഉണ്ട്. യേശു ക്രിസ്തുവിന് അസാധ്യമായ ഒരു വിഷയവുമില്ല. അതുകൊണ്ട് കരയണ്ട എന്നിവിടെ പറയാണ്. കരയണ്ട. യെസ്, കരയണ്ട. നിങ്ങൾ ആ വിഷയമോർത്ത് കരയണ്ട, ആ രോഗമോർത്ത് കരയണ്ട, നിങ്ങളുടെ സാഹചര്യം ഓർത്ത് കരയണ്ട, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധി ഓർത്ത് കരയണ്ട. നിങ്ങളെ വിടുവിക്കുവാൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ജയാളിയായി തീർന്ന യേശു ഉണ്ട്. ഇവിടെ പറയാണ് കരയണ്ട. യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. യെസ്, നിങ്ങൾക്കൊരു ജയമുണ്ട്, വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. അതിന് ജയം പ്രാപിച്ചൊരുവനുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. യേശു ഇന്ന് കല്ലറയിലല്ല. ഞാൻ ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികിലുണ്ട്. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ ആ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ തരാൻ, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, നിങ്ങളെ ഉറപ്പിക്കാൻ. ഒരു കാര്യം ഞാൻ പറയാം, ലോകത്തിൽ ആരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന, കരുതുന്ന ഒക്കെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഉപകാരം ചെയ്തവർ പോലും നിങ്ങൾക്കെതിരെ നിന്നെന്ന് വന്നേക്കാം. പക്ഷെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് യേശുവാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മെ നന്നായി അറിയുന്ന കർത്താവ്. കർത്താവ് പറയണ കരയണ്ട. വചനം പറയാം, കരയണ്ട. യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങുന്നു. ഈ പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീഴുകയാണ്. എന്നിട്ട് പറയണം 9-ാം വാക്യം, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യനാണ്. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഉള്ളവരെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങും. യെസ്, സർവഘോഷൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഴുവൻ ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാ ദൈവം മനുഷ്യനായി തീർന്നത്. യേശുവിനൊരു മതമില്ല കേട്ടോ. യേശു ഒരു ജാതി വേർതിരിച്ചില്ല. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. മുഴുവൻ ലോകത്തിൻ്റെ രക്ഷയാണ് യേശു. ഇവിടെ പറയാണ്, ദൈവത്തിനായി സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങും. എന്നിട്ട് പറയാം, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോഹന്നാന് ഒരു ദർശനം ഉണ്ടാകാണ്. ആ ദർശനത്തിൽ സ്വർഗത്തിൽ ആർക്കും തുറക്കാൻ കഴിയാത്തൊരു പുസ്തകം, ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റാത്ത, വിടുവിക്കാൻ പറ്റാത്തൊരു വിഷയം. പക്ഷെ അത് ദൂതൻ പറയാണ്, കരയേണ്ട, അതിനൊരാൾ ജയം പ്രാപിച്ചിരിക്കുന്നു. അത് വേറെ ആരുമല്ല, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായി അറുക്കപ്പെട്ട കുഞ്ഞാണ്. പുസ്തകം വാങ്ങാനും ആ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാർ ഉപേക്ഷിച്ച് രോഗത്തിൻ്റെ അവസ്ഥയിലാണോ നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്നത്? വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ യേശു ക്രിസ്തു ഇന്നും ജീവനോടെയുണ്ട്. ആ വിഷയത്തിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി വിടിവിപ്പാൻ യേശു ജയം പ്രാപിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ
ഇന്നിനെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കോട്ടെ, അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി ഒരു വിടുതലുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ജയത്തിൻ്റെ ഗീതങ്ങൾ പാടിടുവാൻ കൃപ തന്ന ദൈവത്തിനു സ്തോത്രം. ജയഘോഷം വീണ്ടും ഉയർത്തിടുവാൻ ബലം തന്ന ദൈവത്തിനു സ്തോത്രം. ജയ ജയ വീരനാമേശുവിൻ നാമത്തിൽ ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ജയിക്കാനായി നാം രക്ഷിക്കപ്പെട്ടു, പറക്കുവാനായി നാം വിളിക്കപ്പെട്ടു. ജയിക്കും നാം ജീവിതയാത്രയതിൽ, പറക്കും നാം സ്വർഗീയ ദേശമതിൽ. ജയിക്കാനായി നാം രക്ഷിക്കപ്പെട്ടു, പറക്കുവാനായി നാം വിളിക്കപ്പെട്ടു. ജയിക്കും നാം ജീവിതയാത്രയതിൽ, പറക്കും നാം സ്വർഗീയ ദേശമതിൽ. ജയത്തിൻ്റെ ഗീതങ്ങൾ പാടിടുവാൻ കൃപ തന്ന ദൈവത്തിനു സ്തോത്രം. ജയഘോഷം വീണ്ടും ഉയർത്തിടുവാൻ ബലം തന്ന ദൈവത്തിനു സ്തോത്രം. ജയ ജയ വീരനാമേശുവിൻ നാമത്തിൽ ജയം തന്ന ദൈവത്തിനു സ്തോത്രം.